പോകണം. ഞാൻ എന്തായാലും നിയമപരമായിട്ട് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ ഇല്ലാത്ത കേസിൽ ഇന്നെ പറഞ്ഞിട്ട് ഇന്നെ ഹവാലക്കാരനാക്കി. ഞാൻ നടന്റെ പൈസ ഞാൻ തട്ടി. എനിക്കെന്തിനാണ് നടന്റെ പൈസ തട്ടേണ്ട ആവശ്യം? ഞാൻ ഇത്ര ഗതികെട്ട മനുഷ്യനാണോ? ഇങ്ങനൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ 30 ദിവസമാണ് ഈ ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചത്. അതിന് മാത്രമുള്ള സമയമൊന്നും സ്ക്രീനിൽ വന്നിട്ടില്ലെങ്കിലും ഈ സിനിമ കുറച്ച് എടുത്തു പോകണ സംഭവം. കുറേ ദിവസം ഞാൻ കാരവാനിൽ വെറുതെ ഇരുന്നിട്ടുണ്ട്, കുറേ ദിവസം റൂമിൽ വെറുതെ കടന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും 30 ദിവസം ഞാൻ സ്റ്റേജ് ഷോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒഴിവാക്കിയിട്ട് ആണ് ഞാൻ ഈ സിനിമക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് ഷോസ് ഒഴിവാക്കി ഞാൻ സിനിമക്ക് ഇറങ്ങുമ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് സിനിമക്ക് ഇറങ്ങാതെ ഈ സ്റ്റേജ് ഷോസ് എടുത്തുകണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എത്രത്തോളം പൈസ ഉണ്ടാവും? എത്രയോ പൈസ ഉണ്ടാവും. എനിക്കിതിന് നിൽക്കേണ്ട ഈ അഭിനേതാവിന്റെ പൈസ എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇന്നൊരാൾക്ക് നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കും, ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് എടുക്കാം. ഇപ്പൊ ഞാൻ വിചാരിക്കാം, ഞാൻ ലൈഫിൽ ഇപ്പൊ പാട്ടുകാരനായി, വ്ളോഗറായി, ഞാനൊരു അധ്യാപകനായി, ഞാനൊരു ടീച്ചറായി. അപ്പൊ ഞാനിങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു മീഡിയേറ്റർ ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിന്റെ ഇടയിൽ ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഇന്നൊരു മീഡിയേറ്ററിന്റെ വേഷം കിട്ടി ഞാനൊന്ന് നിൽക്കട്ടെ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ യുവതിന്റെ അടുത്തേക്കോ ഈ അഭിനേതാവിന്റെ അടുത്തേക്കോ പോയ ആളല്ല. ഈ യുവതി ഹക്കീം എന്നുള്ള വ്യക്തികളെ റിക്വസ്റ്റും അതുപോലെ തന്നെ ഈ അഭിനേതാവിന്റെ മാനേജർ റിക്വസ്റ്റും ഞാൻ ഇതിന്റെ ഇടയിൽ നിൽക്കണം എന്നുള്ളതായി. അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് എന്തിനാണ് നിങ്ങൾ ചോദിക്കുമ്പോഴുള്ള കാര്യമാണ്. ഇത് വേറെ ആൾ ഈ കാര്യങ്ങൾ ഫുള്ള് റെക്കോർഡ് ചെയ്യും, കാര്യങ്ങൾ നാളെ തന്നെ പുറത്തു വരും. അപ്പൊ ഇവർക്കൊക്കെ ഞാൻ നിന്നാലും ഇതിന്റെ കാര്യങ്ങൾ നാളെ പുറത്തു വരില്ല. ഞാനായിട്ട് ഇങ്ങനെ നല്ല ഒരു പൊസിഷനിൽ നല്ല സുഖജീവിതം നയിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഇത് നാളെ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഹലോ പോലീസല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് അറിഞ്ഞു കണ്ട് പോലീസ് ഒന്ന് കേസ് എടുക്കിട്ടോ എന്ന് വിളിച്ച് പറയേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാണ് എന്നെ പിടിച്ചിടുന്നത്. ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു.